അഞ്ജലി ചേർന്ന് കൂടെ. ഗുഡ് മോർണിംഗ് അഞ്ജലി. അഞ്ജലി, ആ ദൃശ്യങ്ങളുണ്ടല്ലോ, മനസ്സ് കുളിർന്ന് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അഞ്ജലി. പിറന്നാൾ ഇതിനേക്കാൾ മനോഹരമായി ആഘോഷിക്കാൻ കഴിയില്ല എന്ന് തോന്നിപ്പോവും. അതെ മോത്തി, ഇത് കർണാടകയിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇത് കാണുമ്പോൾ തന്നെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്നേഹം ഇങ്ങനെ അതിര് കടക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കണ്ടാലറിയാം, നമ്മൾ ഈ റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ എത്രയോ ആളുകളാണല്ലേ ഈ റോട്ടിൽ പൊരി വെയിലത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ഛനും മകനും തൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ വഴിയോരത്ത് പൂക്കൾ വിൽക്കാനായിട്ട് ഒരുപാട് ആളുകളാണ്, ഒരുപാട് വയോധികർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂക്കൾ വിൽക്കുന്നു. അപ്പോൾ അതേ അച്ഛനും ഈ മകനും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. വളരെ സർപ്രൈസ് ആയിട്ട് ഇവർക്ക് വേണ്ടി കുടകൾ നൽകുന്നുണ്ട്, ഒരു ചെറിയൊരു സമ്മാനപ്പൊതി നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ വയോധികയുടെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് കാണുമ്പോൾ തന്നെ കാണുന്ന നമ്മുടെ ഹൃദയം തന്നെ നിറഞ്ഞു കവിയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഈ അമ്മ അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്കാണ് ഇതുപോലെ സമ്മാനപ്പൊതിയും അതുപോലെ തന്നെ ചെറിയ കുടയൊക്കെ നൽകിയത്. ഈ പൊരി വെയിലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസമേകാൻ കഴിയുന്ന ഇതിലും വലിയൊരു സമ്മാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് എക്സിൽ ഷെയർ ചെയ്ത ആൾ പറയുന്നത് ഇങ്ങനെയാണ്: ബംഗളൂരു നഗരത്തിലെ വലിയൊരു തിരക്കേറിയ റോട്ടിലാണ് ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത്. പക്ഷേ എക്സാക്റ്റ് ഇതിലുള്ള അച്ഛനും മകനും ആരാണെന്ന് അറിയില്ല. ഇത് എവിടെയാണ് ഇതുപോലൊരു സ്പെഷ്യലായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ അച്ഛന് മകന് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു റൊമ്പ ബർത്ത്ഡേ സ്പെഷ്യൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മധുരിക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അതിൽ അമ്മമാരെ അനുഗ്രഹിക്കുന്ന കാണാം. ഒരമ്മ അവന് പണം നൽകുന്നുണ്ട് ചെറിയൊരു സമ്മാനമായിട്ട്. അവരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയായിരിക്കും. എന്തായാലും നമ്മളൊക്കെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ വിട്ട് എന്തോരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇതുപോലൊരു കാര്യം ചെയ്യാറുണ്ടോ എന്നറിയില്ല. ഞങ്ങളിങ്ങനെ കൊച്ചിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ റൂമിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് പകരമൊക്കെ ഇടയ്ക്ക് ഇതുപോലെ റോട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യും. അതുപോലെ അവിടെ റോഡിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെ നമ്മുടെ ഒരു സ്നേഹമാണ്. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ചെറിയ പീസ് കേക്കൊക്കെ ഇതുപോലെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നടക്കാൻ ഇറങ്ങും. അപ്പോൾ മാനവീയത്ത് ഇതുപോലെ തന്നെയാണ്, അവിടെ ഒരുപാട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ ഒരു യുവതലമുറ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കണ്ടത് ഇതുപോലെ തന്നെ കേക്ക് മുറിക്കുക, അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആ സ്നേഹം പങ്കിടുക. അത് മധുരമാണ്. ഒരു കേക്കിനേക്കാളൊക്കെ ഭയങ്കര സ്വീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യുക. എന്തായാലും ഈ അച്ഛൻ മകന് നൽകിയ ഇതുപോലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അത് സമൂഹ മാധ്യമങ്ങൾ വലിയധികം കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ വരുന്ന ഒരുപാട് കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആളുകൾ പറയുന്ന ഒരു വലിയ കാര്യം, ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് എന്ന് തന്നെയാണ്. എന്തായാലും അച്ഛനും മകനും വലിയൊരു സല്യൂട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും അഞ്ജലി.